നമസ്കാരം. വടക്കൻ പാകിസ്ഥാനിൽ അതിരൂക്ഷമായ പേമാരിയും വെള്ളപ്പൊക്കവും തുടരുകയാണ്. ഏതാണ്ട് 199ഓളം പേർ കഴിഞ്ഞ ദിവസം മരിച്ചു എന്നാണ് ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. ഇതിൽ 180ഓളം പേർ വടക്കൻ പഖ്തൂൺ പ്രവിശ്യയിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. പാക് അധിനിവേശ കാശ്മീരിലും മറ്റ് പരിസരങ്ങളിലുമൊക്കെ തന്നെ ഏതാണ്ട് 17ഓളം പേർ കൊല്ലപ്പെട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. അതിശക്തമായ തോതിലുള്ള കാറ്റും മഴയും മണ്ണിടിച്ചിലുമാണ് ദുരന്തത്തിന് കാരണമായത് എന്നാണ് പറയപ്പെടുന്നത്. നിരവധി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച ചിത്രങ്ങളും മറ്റും പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നിരനിരയായി മൃതദേഹങ്ങൾ കടത്തിയിരിക്കുന്നതും മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സാധാരണഗതിയിൽ എല്ലാ വർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് പാകിസ്ഥാനിൽ മൺസൂൺ ഉണ്ടായിരിക്കുന്നത്. അതിൽ ജൂണിൽ നേരിയ തോതിൽ ആരംഭിച്ച് പിന്നീട് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും അത് വളരെ കഠിനമായ രീതിയിലേക്ക് എത്തുന്നതാണ് സാധാരണയായി കണ്ടുവരുന്ന ഒരു രീതി. എന്നാൽ ഇത്തവണ മൺസൂൺ വളരെ നേരത്തെ തന്നെ ശക്തമാവുകയും എല്ലാ മേഖലകളിലും ശക്തമായ തോതിൽ പെയ്തിറങ്ങുകയുമാണ് ഉണ്ടായത്. ഇവിടെ മണ്ണിടിഞ്ഞ് ദുരന്തമുണ്ടായ മേഖലയിൽ താമസിക്കുന്നവർക്ക് തന്നെ പറയുന്നത് തങ്ങൾ വലിയൊരു ശബ്ദം കേട്ടു എന്നാണ്. ഒരു വലിയ പർവ്വതം തന്നെ ഇളകി വരുന്നത് പോലെയുള്ള ശബ്ദമാണ് തങ്ങൾ കേട്ടത് എന്നും അങ്ങനെ ദുരന്തമുണ്ടായി എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതുകൂടാതെ മറ്റൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി അയച്ച സർക്കാരിൻ്റെ ഹെലികോപ്റ്ററും തകർന്നു വീണിട്ടുണ്ട്. ഇതിൻ്റെ 2 പൈലറ്റുമാർ ഉൾപ്പെടെ 5 പേരാണ്, ഒരുപക്ഷെ അതിലുണ്ടായിരുന്നത് ഉദ്യോഗസ്ഥന്മാരായിരുന്നിരിക്കാം, കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ ഇപ്പോൾ പൊതുവെ സാമ്പത്തികമായി തന്നെ ഏറെ നട്ടം തിരിയുന്നൊരു സമയത്ത്, ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ പോയി പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രകൃതി ദുരന്തത്തെ നേരിടാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് അവർ ശരിക്കും ചെന്നെത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും വലിയൊരു ദുരിതമാണ് ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ തന്നെ അനുഭവിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തെയും പോലീസിനെയും എല്ലാം തന്നെ നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും അവർക്ക് പോലും കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും വലുപ്പത്തിലാണ് ചെളി കൂമ്പാരമായി കിടക്കുന്നത്. വലിയ തോതിലുള്ള ചെളി നീക്കം ചെയ്യുന്നതിനായി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ മണ്ണിനടിയിൽ ഇനിയും ഒരുപക്ഷെ മൃതദേഹങ്ങൾ കണ്ടെത്താം എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇനിയും അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ പാകിസ്ഥാനിൽ ശക്തമായ തോതിലുള്ള ഈ മഴയും കൊടുങ്കാറ്റുമൊക്കെ തുടരും എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കണം എന്നാണ് ഇപ്പോൾ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ മരിച്ചവരിൽ 19 സ്ത്രീകളും 17 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ ശക്തമായ പേമാരിയിൽ നിരവധി പേർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനോ ദുരന്തം നടന്നാൽ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനോ ഉള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും പാകിസ്ഥാൻ്റെ അവിടെ സർക്കാരിൻ്റെ സൈന്യത്തിൻ്റെ ഒന്നും കൈവശം ഇല്ല എന്നുള്ളതാണ് സ്ഥിതിഗതികൾ എപ്പോഴും കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇന്ത്യൻ സൈന്യവും മറ്റ് രക്ഷാപ്രവർത്തകരൊക്കെ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് വലിയ തോതിലുള്ള ഒരു ദുരന്തം ഒഴിവായിരിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിലാകട്ടെ ഇതിനുള്ള യാതൊരു തരത്തിലുമുള്ള ആധുനിക സംവിധാനങ്ങൾ അവരുടെ കൈവശം ഇല്ല എന്നുള്ളതും സൈന്യത്തിൻ്റെ പരിമിതികളുമൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് പ്രധാനമായും തടസ്സം നിൽക്കുന്നതാണ്. മാത്രമല്ല രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും ഇപ്പോൾ അങ്ങേയറ്റം പരിതാപകരമായ രീതിയിലാണ് പാകിസ്ഥാനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും അധികം ഇരയാകുന്ന രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. അടുത്ത 15 ദിവസം കൂടി ഇത്തരത്തിലുള്ള ശക്തമായ മഴ തുടരും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരുപക്ഷെ കൂടുതൽ ദുരിതങ്ങളിലേക്ക് എത്തിപ്പെടാൻ തന്നെയാണ് സാധ്യത. രക്ഷാപ്രവർത്തനം നടത്തുന്ന കാര്യത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ പിന്നോക്കാവസ്ഥയിൽ തന്നെയാണ്.